നമസ്കാരം. ജോയിൻ ഇന്ത്യൻ നേവി അഗ്നിവീർ സീനിയർ സെക്കൻഡറി റിക്രൂട്ട്മെൻറ്റ് ആൻഡ് മെട്രിക് റിക്രൂട്ട്മെൻറ്റ് 2025 സംബന്ധിച്ച വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അപേക്ഷ ആരംഭിച്ചത് മാർച്ച് 29 അവസാന തീയതി ഏപ്രിൽ 10 വൈകുന്നേരം 5 മണി വരെ നമുക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്നൊക്കെ നമുക്ക് നോക്കാം. അപേക്ഷ ഫീസ് എത്രയാണ് വരുന്നതെന്ന് നോക്കാം. നമ്മൾ ഫസ്റ്റ് അപേക്ഷ ഫീസ് വരുന്നത് 550 പ്ലസ് GST ആണ്. അത് നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ UPI വഴിയൊക്കെ പണം അടയ്ക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ വിദ്യാഭ്യാസ യോഗ്യത, ഏജ് ലിമിറ്റ് ഒക്കെ നമുക്ക് നോക്കാം. വിദ്യാഭ്യാസ യോഗ്യത നോക്കുകയാണെങ്കിൽ SSR സീനിയർ സെക്കൻഡറി റിക്രൂട്ട്മെൻറ്റിന് +2 വിത്ത് ഫിസിക്സ് ആൻഡ് മാത്സ് ഉണ്ടായിരിക്കണം. കൂടാതെ കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എന്നിവയിൽ ഏതെങ്കിലും ഒരു വിഷയവും കൂടി ഉണ്ടായിരിക്കണം SSR റിക്രൂട്ട്മെൻറ്റിന്. മറിച്ച് MR മെട്രിക് റിക്രൂട്ട്മെൻറ്റിനാണെങ്കിൽ 10ാം ക്ലാസ് പാസ്സായിരിക്കണം. ഇത്രയാണ് അതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത വരുന്നത്. ഇനി നമുക്ക് ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 3 ബാച്ചായിട്ടാണല്ലോ വരുന്നത്. 02 2025 ബാച്ചുണ്ട്, അതേപോലെ 01 2026 ബാച്ച്, 02 26 ബാച്ച്. ഇങ്ങനെ 3 ബാച്ചുകളായിട്ടാണ് വരുന്നത്. 3 ബാച്ചാണെങ്കിലും സീനിയർ സെക്കൻഡറി റിക്രൂട്ട്മെൻറ്റിനും മെട്രിക് റിക്രൂട്ട്മെൻറ്റിനും ഞാൻ ഈ പറയുന്ന ഏജ് ലിമിറ്റ് ബാധകമാണ്. അപ്പോൾ അതിൻ്റെ 02 2025 ബാച്ചാണെങ്കിൽ സെപ്റ്റംബർ 1 2004 ഫെബ്രുവരി 29 2008 ഇവിടെ ജനിച്ചവർക്ക് 02 2025 ബാച്ചിൽ അപേക്ഷിക്കാനാകും. അതേപോലെ ഡേറ്റ് ഓഫ് ബർത്ത് ഫെബ്രുവരി 1 2005 ജൂലൈ 31 2008 ഈ തീയതിക്കിടയിൽ ജനിച്ചവർക്കാണെങ്കിൽ 01 2026 ബാച്ചിന് അപേക്ഷിക്കാനാവും. അതേപോലെ 02 2026 ബാച്ചിന് ജൂലൈ 1 2005 ഡിസംബർ 31 2008 ഇടയിൽ ജനിച്ചവർക്കാണ് അപേക്ഷിക്കാനാവുക. അപ്പം ഇങ്ങനെയാണെങ്കിലും അത് സീനിയർ സെക്കൻഡറി റിക്രൂട്ട്മെൻറ്റിനും അതേപോലെ മെട്രിക് റിക്രൂട്ട്മെൻറ്റിനും ഇത് ബാധകമാണ്. പ്രായപരിധിയും നമ്മുടെ യോഗ്യതയും മാത്രമേ വ്യത്യാസപ്പെടുന്നുള്ളൂ. യോഗ്യത എന്ന് പറയുമ്പോൾ SSRന് ഞാൻ നേരത്തെ പറഞ്ഞ +2 വിത്ത് ഫിസിക്സ് ആൻഡ് മാത്സും, കൂടാതെ നമ്മുടെ കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എന്നിവയിൽ ഏതെങ്കിലും ഒരു വിഷയം കൂടി ഉണ്ടായിരിക്കണം. മെട്രിക് ആണെങ്കിൽ 10ാം ക്ലാസ് പാസ്സായിരിക്കണം. ഇനി സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് 2 സ്റ്റേജായിട്ടായിരിക്കും. ഒന്ന് INET, ഇവിടെ ഒരു എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഇത് ഓൺലൈൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. എക്സാം പാറ്റേൺ വരുന്നത് SSRനാണെങ്കിൽ സബ്ജക്ട്സ് മാത്സ്, സയൻസ്, ഇംഗ്ലീഷ് ആൻഡ് ജനറൽ അവെയർനെസ്. MRന് സയൻസ്, മാത്സ് ആൻഡ് ജനറൽ അവെയർനെസ്. ഇങ്ങനെയാണ് നമ്മുടെ എക്സാം പാറ്റേൺ വരുന്നത്. അപ്പോൾ മിനിമം യോഗ്യതാ മാർക്ക് നമുക്ക് നേടേണ്ടതുണ്ട്. ഈ പരീക്ഷകളിൽ റിട്ടേൺ ടെസ്റ്റിൽ നമുക്ക് മിനിമം യോഗ്യതാ മാർക്ക് നേടണം. അപ്പോൾ INET പരീക്ഷ പാസ്സായാൽ സെക്കൻഡ് സ്റ്റേജായ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റും റിട്ടേൺ എക്സാമും ഉണ്ടാവും. അപ്പോൾ ഇവിടെ എലിജിബിലിറ്റി പറഞ്ഞിരിക്കുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അൺമാരീഡ് മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണ് ഇതിന് അപേക്ഷിക്കാനായിട്ട് SSR ആൻഡ് MR റിക്രൂട്ട്മെൻറ്റിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ സെക്കൻഡ് സ്റ്റേജായ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിൽ റണ്ണ്, സ്ക്വാട്സ്, പുഷപ്സ് അങ്ങനത്തെയൊക്കെ ഇൻക്ലൂഡാണ്. മെയിലിന് ഹൈറ്റ് വരുന്നത് 157 സെൻറ്റിമീറ്ററും ഫീമെയിലിന് 152 സെൻറ്റിമീറ്ററുമാണ്. അപ്പോൾ ഈ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റും നമ്മുടെ റിട്ടേൺ എക്സാമും ഒക്കെ ക്ലിയർ ആയാൽ അടുത്തൊരു സ്റ്റേജായ മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടാവും. അതിനുശേഷമായിരിക്കും എന്ത് വരുന്നത്, ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരിക. അതിൽ നമ്മുടെ INET സ്കോറും നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിൻ്റെ പ്രകടനങ്ങളും മെഡിക്കൽ എക്സാമിനേഷനും ഒക്കെ അടിസ്ഥാനമാക്കി ഒരു ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. അപ്പോൾ ഇത് നമ്മുടെ ഇന്ത്യൻ നേവിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലായിരിക്കും മെറിറ്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് നമുക്ക് joinindiannavy.gov.in വിസിറ്റ് ചെയ്യാവുന്നതാണ്. ഇന്ത്യൻ നേവിയിൽ ചേരുന്നവർക്ക് 4 വർഷത്തേക്ക് ഒരു സ്ട്രക്ചറൽ സാലറി പാക്കേജ് ഉണ്ടാവും. ശമ്പളം വർഷം തോറും ഇൻക്രീസ് ചെയ്യും. അറ്റ് ദി എൻഡ് ഓഫ് ദി സർവീസ് പീരീഡ് ഒരു ലംസം എമൗണ്ട് നമുക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ കയ്യിൽ കിട്ടുന്ന ശമ്പളം ഓരോ മാസവും 70% തുക നേരിട്ട് ബാങ്ക് അക്കൗണ്ടിൽ ലഭിക്കും. ശമ്പളത്തിന് 30% തുക എന്ത് ചെയ്യാം, സേവിങ്സ് ഫണ്ടിലേക്ക് പോകും. അപ്പോൾ 4 വർഷം കംപ്ലീറ്റ് ആകുമ്പോൾ ടോട്ടൽ ഒരു 10.04 lakhs നമുക്ക് ലഭിക്കും. കൂടാതെ മറ്റ് ആനുകൂല്യങ്ങൾ, അതായത് റിസ്ക് ആൻഡ് ഹാർഡ്ഷിപ്പ് അലവൻസ്, യൂണിഫോം അലവൻസ് ആൻഡ് ട്രാവൽ അലവൻസ്, കൂടാതെ 48 lakhsൻ്റെ ഒരു സൗജന്യ ഇൻഷുറൻസ് കവറേജ് കിട്ടും. പിന്നെ ആക്സിഡൻ്റൽ ഡെത്ത് ബെനിഫിറ്റ്സ് ആയിട്ട് ഒരു 44 lakhs വരെ ലഭിക്കും. അപ്പോൾ അഗ്നിവീർ പദവി കഴിഞ്ഞിട്ട് സിവിലിയൻ ജോലികൾക്കായിട്ട് നിരവധി അവസരങ്ങൾ സർക്കാർ നൽകുന്നുണ്ട്. പിന്നെ PF, ഗ്രാറ്റുവിറ്റി, പെൻഷൻ ഇതൊന്നും അഗ്നിവീർസിന് കാണില്ല.
അപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോവുക, joinindiannavy.gov.in എന്ന സൈറ്റിലേക്ക് പോവുക, ഓൺലൈൻ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക, ഫോട്ടോ അപ്ലോഡ് ചെയ്യുക, ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് കൊടുക്കുക, അപ്ലോഡ് ചെയ്യുക, ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കുക, ദെൻ സബ്മിറ്റ് ചെയ്യുക. ഇത്രയാണ് അതിൻ്റെ പ്രൊസീജിയർ വരുന്നത്. ഇപ്പോൾ നോട്ടിഫിക്കേഷനൊക്കെ ഒന്നുകൂടെ വായിച്ചു നോക്കുക, സൈറ്റ് സന്ദർശിക്കുക, joinindiannavy.gov.in. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.